അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുരുവട്ടൂരികൾ എന്ന് പറയുന്ന വിഭാഗം സമൂഹത്തിൽ ഇപ്പോൾ ഷിയായിസത്തെ എങ്ങനെയൊക്കെ വളർത്താൻ കഴിയുമെന്ന് നോക്കി പല ഷിയ വിശ്വാസവുമായി കടന്നു വന്ന ത്വരീഖത്തുകളെയും വെള്ളപൂശാനും, അതുപോലെ ഷിയ വിശ്വാസത്തിൻ്റെ ആശയങ്ങൾ പേറി കേരളത്തിൽ ത്വരീഖത്തിൻ്റെ പേരിൽ നടക്കുന്ന ചിലരെ വേദിയിൽ കയറ്റിയിരുത്തുകയും അവരെ കൊണ്ട് ഈ പ്രസ്ഥാനത്തിനെതിരെ പറയിപ്പിക്കുകയും എല്ലാം ചെയ്ത് തനി ഷിയായിസം വിശ്വാസത്തിലും പ്രവർത്തനങ്ങളിലും കൊണ്ടുവരാൻ എല്ലാ നിലക്കും പണിയെടുക്കുന്ന ഒരു വിഭാഗമാണ് കുരുവട്ടൂരികൾ. ആ നിലക്കുള്ള പല പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഈ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വിശ്വാസം, ഇതുവരെ നമ്മൾ വിശ്വസിച്ചു പോന്നിരുന്ന വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി, അതില്ലാതെയാക്കി നമ്മുടെ മനസ്സുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന പിന്നീട് മഹത്തുക്കളുടെ ഇടപെടലുകളെ കൊണ്ട് നശിച്ചുപോയ റാഫിളിയത്ത്, മുഅ്തസിലിയത്ത്, അവരുടെയൊക്കെ വിശ്വാസങ്ങൾ ആരും അറിയാതെ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി ജനങ്ങളുടെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഒരു വിഭാഗമാണ് ഈ കുരുവട്ടൂരികൾ. നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, മഹത്തുക്കളെ കുറിച്ച് നമ്മൾ ഇത്ര കാലം വരെ നമ്മുടെ മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു തന്ന വിശ്വാസങ്ങൾക്കപ്പുറം, പ്രത്യേകിച്ച് നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ മഹത്തുക്കളും ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ കാണുകയും അനുഭവിക്കുകയും എല്ലാം ചെയ്തവരാണ്. അവർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു രൂപമുണ്ട് മഹാനവറുകളെ കുറിച്ച്. അതിനപ്പുറത്തേക്ക് അതിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ വഹാബിസത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന വഹാബി ചാരന്മാരാണ് ഈ കുരുവട്ടൂരികൾ. അതിന് തെളിവായി പലപ്പോഴും നമ്മൾ പല വിഷയങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇവർ ജനങ്ങളുടെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി റാഫിളിയത്തിൻ്റെയും മുഅ്തസിലിയത്തിൻ്റെ വിശ്വാസം ഉള്ളിലൂടെ കടത്തി കൂട്ടുന്ന ഒരു വിഷയമാണ് മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത കഴിവ്. അള്ളാഹു മഹാന്മാർക്ക് ചില കഴിവുകൾ അങ്ങ് കൊടുത്തു വെച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ കൊടുക്കുന്നത് പോലെ, ഒരു വീടുണ്ടാക്കിയിട്ട് ഒരു വീട് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് പോലെ, ഇനി അവർ സ്വന്തമായിട്ട് അവർ ഇഷ്ടാനുസരണം അവർ പ്രവർത്തിക്കുകയാണ്. ഇതിനെ വെല്ലുവിളിച്ച് ഇത് ഏതെങ്കിലും ഇമാമിയങ്ങൾ അങ്ങനെ മഹാന്മാർക്കൊരു കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് എന്നതിന് ഏതെങ്കിലും മുൻകാല അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ കഴിയുമോ എന്ന് എൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാൻ വെല്ലുവിളിച്ചിരുന്നു. നമുക്ക് വാങ്ങിത്തരും. ചിലപ്പോൾ അള്ളാഹു നേരിട്ട് നമ്മെ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ അവർ നമ്മൾ വിളിച്ചത് കാരണമായി മറ്റുള്ളവരിലൂടെ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ അവരെ നമ്മൾ വിളിച്ചപ്പോൾ അവർ അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്തിട്ട് അവർ മുഖേന തന്നെ പടച്ചുറപ്പ് നമ്മെ സഹായിച്ചേക്കാം. ഇങ്ങനെ പല രൂപങ്ങളിലും അള്ളാഹുവിൽ നിന്ന് നമുക്ക് സഹായം വാങ്ങിത്തരാൻ കഴിയുന്നവരാണ്, ആ പദവിയിലെത്തിയവരാണ് ഇവർ, ഈ മഹാന്മാരായ ഔലിയാക്കൾ. ഇതാണ് നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. അതല്ലാതെ ഒരാൾക്കും നേരത്തെ ഒരു കഴിവും പടച്ചുറപ്പ് കൊടുത്തിട്ടില്ല. കോമാട്ടുചാലിൽ അബ്ദുള്ള മൗലവിയെ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ഇമാം, ഔലിയാക്കൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഏതെങ്കിലും ഒരു കഴിവ് നേരത്തെ അങ്ങ് കൊടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി അവരുടെ ഇഷ്ടാനുസരണം ആ കഴിവനുസരിച്ച് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ചെയ്യും എന്ന് ഏതെങ്കിലും ഒരു ഇമാം എവിടെയെങ്കിലും പറഞ്ഞു വെച്ചതായി തെളിയിക്കാൻ ആണായി പിറന്നൊരുത്തൻ കുരുവട്ടൂരിൽ ജനിച്ചിട്ടുണ്ടോ? വെല്ലുവിളിക്കുകയാണ്. അങ്ങനത്തെ ഒരു നേരത്തെ ഒരു കഴിവ് ഔലിയാക്കൾക്കുണ്ട് എന്ന് തെളിയിക്കാൻ ശൈഖിനെ വെല്ലുവിളിക്കുകയാണ്. കൊണ്ടുവാ. ഇങ്ങനെ ഒരു വെല്ലുവിളി പലപ്പോഴും നമ്മൾ നടത്തിയതാണ്. പക്ഷെ ഇതുവരെ കുരുവട്ടൂരികൾ ഒരു സ്റ്റേജിൽ വെച്ചും അതിന് വ്യക്തമായ തെളിവ് അവർ വായിച്ചിട്ടില്ല. ഒരു ഇമാമിങ്ങൾ ഗ്രന്ഥവും അവർ വായിച്ചിട്ടില്ല. അങ്ങനെ മഹാന്മാർക്ക് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചിട്ട് ഇതുവരെ ഇവരുടെ ഷെയ്ഖോ ഇവരുടെ വായാടികളോ ആരും തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, ഇവർ നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് പ്രത്യേക കുദ്റത്ത് നൽകിയിട്ടുണ്ട്, ആ കുദ്റത്തിൽ നിന്ന് അവർ സഹായിക്കും. ഇൻഷാ അല്ലാഹ് ആ പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേൾക്കാൻ. പക്ഷെ അത് വീണ്ടും അതെന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ കേൾപ്പിച്ചു തരാം. പറഞ്ഞത് എന്നോട് തന്നെ തേടൂ, തേടുന്നത് അഫേരും, എന്തൊക്കെ നിങ്ങൾ തേടിയാലും അത് ഞാൻ തരും. അതാണ് ഇസ്തിഗാസ. ആ ഇസ്തിഗാസയോ നമ്മൾ തേടും നമ്മളെ വിചാരം വെറും ഇടപെടൽ മാത്രമല്ല.
അപ്പൊ മമ്പുറം തങ്ങളോട് കടലിൽ നിന്ന് വിളിച്ച് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറയുമ്പോ നിങ്ങളൊന്ന് ഇടപെട്ട് ദ്വാരന്ന് നാറ്റിത്തരണേന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് അല്ലാഹു ഖുദ്റത്ത് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു മഖാമ് തന്നിട്ടുണ്ട്, ഞങ്ങളെ സഹായിക്കാൻ കഴിയും, അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ. അതാണ് നേരെ സഹായം ചെയ്തു കൊടുത്തത്. ഇതുണ്ടെങ്കിൽ ഈ ചങ്ങായി കബളിപ്പിക്കണത്, ഇത് നമ്മൾ പൊളിച്ചടക്കി കൈ കൊടുത്തതാ. ഇവന് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ കളിയാക്കിയിട്ടാണ് ഈ പറയണത്. ഇസ്തിഗാസ എന്നൊക്കെ പറഞ്ഞിട്ട് പറയണത് കേട്ടാലേ ഇവൻ പറയാണെന്ത്, നമ്മളാണ്ട് ഓലോട് തന്നെയാണ് ചോദിക്കണത്, ഓല് നട്ടി ഇടപെട്ടുകാണ്ട് വിഷയം തീരുമാനാക്കി തരലൊന്നല്ല. ഇസ്തിഗാസ എന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങട്ടും എന്ത് ചെയ്യാണ്, ജനങ്ങളങ്ങോട്ട് പൊട്ടിമണ് തൊള്ളട്ടിട്ട് ജനങ്ങളായിട്ട് പൊട്ടീസാക്കുകയാണ്. എന്നിട്ട് ഓല തന്നെയാണ് സഹായിക്കണത്. ഇത് നമ്മൾ വ്യക്തമായിട്ട് ഞാൻ ഈ നമ്മളെ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയം വിശദീകരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഇബാറത്തൊന്ന് വിട്ടാണ്ട് രണ്ടാമത് വീണ്ടും ഒന്നും കൂടി വിശദീകരിക്കുകയാണ്. ഇത് നിങ്ങൾ എത്ര വ്യക്തമാണ്. അന്നൽ മഖ്സൂദ ബിൽ ഇസ്തിആന, സഹായം തേടൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്നമാഹു അല്ലാഹു തആല, അത് അള്ളാഹു, നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന അള്ളാഹുവിനെ തന്നെയാണ്. എന്നിട്ട് പറയാണ് അത് കരസ്ഥമാകുന്നത് സൂറത്തൻ മറ്റുള്ളവരെ കൊണ്ടാണെങ്കിലും അത് കരസ്ഥമാകുന്നത് ചിലപ്പോൾ ഈ ഒരു ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളെ കൊണ്ടാണ്. നമ്മൾ രൂപത്തിൽ നോക്കുമ്പോൾ ഷെയ്ഖ് ജീലാനി തങ്ങളാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ മമ്പറത്ത് തങ്ങൾ ഉപ്പാപ്പയാണ് സഹായിക്കുന്നത്, അതല്ലെങ്കിൽ വേറെ ആരെങ്കിലുമാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ചില വ്യക്തികളാണ് നമ്മളെ സഹായിക്കുന്നത്, അല്ലെ ഡോക്ടറാണ് സഹായിക്കുന്നത്. ആരാണെങ്കിലും രൂപത്തിൽ അത് കരസ്ഥമാകുന്നത് മറ്റൊരാളെ കൊണ്ടാണെങ്കിലും അവിടെ എല്ലാ നിലക്കും മഖ്സൂദ് അല്ലാഹു തന്നെയാണ്. എന്നിട്ട് പറയാണ് നമ്മൾ എന്ത് ചെയ്യാണ്, ജനങ്ങളെ ഖൗലി യാ ഫുലാൻ, ഏതെങ്കിലും ഒരു മഹാനെ വിളിക്കുകയാണ്, അഇന്നി, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ബിമൻസിലത്തി യാ അല്ലാഹ്, പടച്ചോനെ അഇന്നി ബിവാസിതത്തി ഫുലാൻ, ഇന്നാൽ ഇന്ന വ്യക്തിയുടെ കാരണമായിട്ട് അദ്ദേഹത്തിന്റെ വാസുത്ത മുഖേന, അദ്ദേഹം മുഖേന പടച്ചോനെ എന്നെ നീ സഹായിക്കണേ എന്നാണ്. ഇത് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതാ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗ്രൂപ്പിലൂടെ വിശദീകരിച്ചിട്ട് ഈ ചങ്ങായി കാമാൻ വേണ്ടിയിട്ടില്ല. എന്നിട്ട് ഇപ്പം നിങ്ങൾ നടന്ന് പറയാണെന്ത്, നമ്മൾ ഇവരെന്നെയാണ് സഹായിക്കണത്, അള്ളാഹുടെ കുതിരത്ത് കൊടുത്താണ്. ഈ ചങ്ങായി ഇതിൽ പറഞ്ഞങ്ങൾ കേട്ടോക്കി, എത്ര വ്യക്തമായിട്ട് ഈ ചങ്ങായി ജനങ്ങളെ കബളി, അള്ളാഹുടെ കുതിരത്ത് കൊടുത്തിട്ടുണ്ട്. ഇവന് മുമ്പ് ഇവൻ പറഞ്ഞിനോ എന്നറിയില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, ആ മഹാന്മാരായ ഔലിയാക്കൾക്ക് അല്ലെങ്കിൽ അമ്പിയാക്കൾക്ക് അള്ളാഹു പ്രത്യേകമായ പദവി നൽകിയിട്ടുണ്ട്. ആ പദവി വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യും, അള്ളാഹുമായി ബന്ധപ്പെട്ട് ഏത് കാര്യവും നമ്മൾക്ക് എന്ത് ചെയ്യും, വാങ്ങിത്തരാൻ അവർക്ക് കഴിയും. ആ പദവി മുഖേന അതവർക്ക് കഴിയും എന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ പറഞ്ഞതാ. അപ്പൊ അപ്പോഴൊക്കെ ഇവന് കുതിരത്ത് കൊടുത്തു എന്ന് പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. ഏതെങ്കിലും സമയത്ത് ഇവൻ പദവി എന്ന് പറഞ്ഞിനോ എന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ട ഓർമ്മയിലല്ല. ഏതായാലും ഇവിടെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കുതിരത്ത് എന്ന് പറഞ്ഞാണ്ട് പിന്നെ ഇടക്ക് മക്കാമ് എന്ന് കൂടെ കയറ്റി കൊടുക്കുന്നുണ്ട്. മക്കാമ് എന്ന് പറഞ്ഞാൽ ആ പദവി, ഉന്നതമായ സ്ഥാനം, അത് ഇടക്ക് കയറ്റി കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അല്ല ഞങ്ങൾ അങ്ങനല്ല ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞ് മാറ്റാനാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും ഇവിടെ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇടയിൽ പറഞ്ഞ മക്കാമെന്നുണ്ട് കയറ്റി കൊടുക്കുന്നുണ്ട്. ഏതായാലും അത് മുമ്പും അങ്ങനെ പറയലുണ്ടായിനോ ഇല്ലേന്ന് എനിക്കറിയില്ല, അള്ളാഹു ആലും കേട്ടൊരു ഓർമ്മല്ല, പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെ. ഏതായിരുന്നാലും അങ്ങനെ ഒരു കുതിരത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കുതിരത്ത് മഹാന്മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് എവിടെ തെളിവെന്ന് ചോദിച്ചിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഓരോ പ്രസംഗത്തിലും കുതിരത്താണ്ട് കൊടുത്താണ്, കഴിവായിട്ട് കൊടുത്തുന്ന്, അതുകൊണ്ട് സഹായിക്കുകയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവ ഇതേ പ്രസംഗത്തിൽ വേറൊരു സ്ഥലത്തും കൂടി ഈ പറയുന്ന ഭാഗങ്ങളൊന്നും കേട്ടോക്കി. അള്ളാഹു കൊടുത്ത കുതിരത്തിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ ഏതു ഭാഗത്ത് നിന്ന് വിളിച്ചാലും സർവ്വ വിളികളും കേൾക്കാൻ കെൽപ്പുള്ളവരാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതേ കഴിവ് പിന്നീട് നൽകപ്പെട്ട ആളാണ് ഔസുൽ ഉലമ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. അതാണോ മാലയിൽ പറഞ്ഞത്, വല്ല നില ഇന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. അതാ ഞാൻ പറഞ്ഞത്, ഇത് പഴയ സുന്നി പറയുന്ന വേദിയാണ്. ഇത് തനി സുന്നി പറയുന്ന വേദിയല്ല. ഇത് ഈ ലോകത്തിൽ നശിച്ചുപോയ തനി റാഫിദിയത്തിന്റെയും മുഅ്തസിലത്തിന്റെയും വിശ്വാസം അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയിട്ട് ജനങ്ങളെ ഹൃദയത്തിലേക്ക് കുത്തിവെച്ചിട്ട് ജനങ്ങളെ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന തനി വഹാബി ചാരന്മാരായ കുരുവട്ടൂരിയുടെ വിശ്വാസ. അതല്ലാത്ത സുന്നത്തിമയത്തിന്റെ വിശ്വാസം ഇതല്ല. ഒരു മഹാനിക്കും ആർക്കും ഒരു കുതിരത്തും നേരത്തെ കൊടുത്തു വെച്ചിട്ടില്ല, ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിയൂല. പിന്നെ നമ്മളൊക്കെ വിശ്വാസം എന്താണ്, അൽ ഇസ്തിതാഅത്തു മഅൽ ഫീൽ. ഏതൊരു കാര്യത്തിനും അപ്പോൾ പടച്ചറബ് കഴിവ് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്ന കഴിവേ ആർക്കുള്ളൂ.
അതല്ലാതെ നേരത്തെ കൊടുത്തു വെച്ച ഒരു കഴിവ് കൊണ്ട് സഹായിക്കുകയാണ് എന്ന് പറയാൻ നിങ്ങളോട് കഴിയൂല. അതുണ്ടെങ്കിലും തെളിയിക്ക്. അവർ കേൾക്കുകയാണെങ്കിലും അവർ സഹായിക്കുകയാണെങ്കിൽ പടച്ച റബ്ബ് അപ്പപ്പോൾ കൊടുക്കുന്ന കഴിവാ. അല്ല നേരത്തെ ഒന്നും കൊടുത്തിട്ടിട്ടില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇമാമിങ്ങളെ ഗ്രന്ഥം വെച്ച് തെളിയിക്ക്. ഇമാമി ഗ്രന്ഥങ്ങൾ എടുത്ത് വായിക്ക്. എന്താ അങ്ങനെ ഒരു കഴിവ് നേരത്തെ കൊടുത്തു വെച്ചിട്ടുണ്ട്, അത് തെളിയിക്കാൻ എന്നെ കൊണ്ട് കഴിയോ? എന്റെ കോമാട്ടച്ചാലിൽ ഔലക്കുട്ടിനെ കൊണ്ട് കഴിയോ? ഉണ്ടെങ്കിൽ കാണട്ടെ. പിന്നെ ഇമാമിങ്ങളോട് എന്താ പറഞ്ഞ് ഒരൊറ്റ ഇബാർത്തും കൂടിയിട്ടാണ്. ഇമാമിങ്ങൾ എന്താ പറഞ്ഞ് നമ്മൾ നോക്കുക. ഇതൊന്ന് അർത്ഥം വെക്കാൻ ധൈര്യം ഉണ്ടോ നൗഷാനക്ക്? ഫൈദാ തവജ്ജഹത് അർവാഹുഹും ഇലല്ലാഹി തആല ഫീ ഷൈഇൻ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിലേക്ക് അവരുടെ മഹാന്മാരുടെ റൂഹുകളും തവജ്ജുഹായാൽ ഖളാഹുല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു നടപ്പിലാക്കി കൊടുക്കുക. വഅജ്റാഹു ഇക്റാമൻ ലഹും വഹാദാ മഅനാ ഖൗലി ബഅദിഹിം ഇന്ന ലഹുമുത് തസറുഫ്. ഇതാണ് മഹാന്മാർക്ക് തസറുഫ് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ മഅന. ഫത്തസറുഫുൽ ഹഖീഖി, അപ്പോൾ ഹഖീഖിയായ തസറുഫ് അല്ലദി ഹുവ അത്തഅ്സീറു വൽ ഖൽഖു വൽ ഈജാദു ലില്ലാഹി തആല വഹ്ദ ലാ ശരീക ലഹു. അപ്പൊ യഥാർത്ഥ തസറുഫ് എന്ന് പറഞ്ഞത് ഹഖീഖിയായ തസറുഫ് അതെന്ന് പറഞ്ഞ ഒരു വിഷയത്തിൽ തഅ്സീറാണ്, അതിന്റെ ഖൽഖാണ്, അതുപോലെ തന്നെ അതിന്റെ ഈജാദാണ്. അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് വേറൊരാൾ കഴിയൂല, അങ്ങനെ കുതിർത്ത് കൊടുത്തിട്ടില്ല. ഒരു വലിയനിക്കും വലിയ അല്ലാത്തവർക്കും ഒരു വിഷയത്തിൽ അവർ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ ഒരു തഅ്സീറും ഒരു വലിയനിക്കും ആർക്കുമില്ല. ഫമനി ഇതഖദ, ആരെങ്കിലും വിശ്വസിച്ചാൽ അന്നലിൽ വലിയ ഔ ഗൈരിഹി, ഒരു വലിയനിക്കുണ്ട് അല്ലെങ്കിൽ വലിയ അല്ലാത്തവർക്കുണ്ട് തഅ്സീറൻ ഫീ ഷൈഇൻ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും തഅ്സീർ വരുത്താൻ കഴിയുമെന്ന് വിശ്വസിച്ചാൽ ഫഹുവ കാഫിറുൻ ബില്ലാഹി തആല, അവൻ അല്ലാഹുവിനെ കൊണ്ട് കുഫർ വെച്ചവനാണ്. മഹാന്മാരായ ഔലിയാക്കൾക്കാണെങ്കിൽ അല്ലാത്തവർക്ക് ആണെങ്കിലും ഏതൊരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു തഅ്സീർ വരുത്താൻ കഴിയും, അവർക്ക് അല്ല തഅ്സീറും അവർക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ് എന്ന് പറഞ്ഞത് മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയതാ. ഫാഹുൽ ബർസഖ് മിനൽ ഔലിയാഇ ഫീ ഹദ്റത്തില്ലാഹി തആല ഫമൻ തവജ്ജഹ ഇലൈഹിം, ഫമൻ തവജ്ജഹ ഇലൈഹിം വതവസ്സല ബിഹിം, ആരെങ്കിലും ആ മഹാന്മാരിലേക്ക് തവജ്ജുഹായാൽ ഇസ്തിഗാസ നടത്തിയാൽ അല്ലെ അവരെ കൊണ്ട് തവസ്സുൽ നടത്തിയാൽ ഫഇന്നഹും യതവജ്ജഹൂന ഇലല്ലാഹി തആല ഫീ ഹുസൂലി മത്ലൂബിഹി, അവ മഹാന്മാർ എന്ത് ചെയ്യും? അള്ളാഹുലേക്ക് അവർ തവജ്ജുഹാകും. ഈ തേടപ്പെട്ടവന്റെ ഈ തേടിയവന്റെ മത്ലൂബ് കരസ്ഥമാക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും? അള്ളാഹുലേക്ക് തവജ്ജുഹാകും. ഫത്തസറുഫുൽ ഹാസിലു മിൻഹും, അപ്പൊ ശരിക്ക് മഹാന്മാരുടെ തസറുഫ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന പണി എന്താണ്? ഹുവ തവജ്ജുഹും ബിഅർവാഹിം ഇലല്ലാഹി തആല, അവരുടെ അർവാഹുകളെ കൊണ്ട് അള്ളാഹുലേക്ക് തവജ്ജുഹാകല, അല്ലെ അവർ സ്വന്തം ചെയ്യലല്ല, ചെയ്ത് തെളിയിക്കാൻ കഴിയൂല, ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. എന്നിട്ട് പറയാണ് വത്തസറുഫുൽ ഹഖീഖിയു ലില്ലാഹി വഹദ, ഹഖീഖിയ തസറുഫ് അല്ലാഹ്ക്ക് മാത്രമേ ഉള്ളൂ. ഫൽ വാഖിഉ മിൻഹും മിൻ ജുംലത്തിൽ അസ്ബാബിൽ ആദിയത്തി അല്ലതി ലാ തഅ്സീറ ലഹാ. അതുകൊണ്ട് പറയാണ്, അപ്പൊ സത്യത്തിൽ ഒരു ഔലിയാക്കൾക്കും ഒരു മഹാന്മാർക്കും ആർക്കും ഒരു തഅ്സീറും ഇല്ല. ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അവർ കാഫിരി കുഫർ വെച്ചവരാണ്, അള്ളാഹിനെ കൊണ്ട് കുഫർ വെച്ചവരാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞു. ഇതിന്റെ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും മഹാന്മാർക്ക് സ്വന്തമായിട്ടൊരു കഴിവുണ്ട്, ഒരു ഖുദ്റത്തുണ്ട് എന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു ഇമാമിന്റെ കിതാബൻ കൊണ്ടുവരാൻ കഴിയോ? വെല്ലുവിളിക്കാൻ നൗഷാദെ. ഇനി നൗഷാദിനോട്, കാട്ടുവളപ്പിൽ നൗഷാദിനോട്, അല്ലെങ്കിൽ അനക്കൊക്കെ നിർദ്ദേശം തരുന്ന എൻ്റെ കോമാട്ടച്ചാലിൽ ഔലക്കുട്ടിനോട് തന്നെ ചോദിക്കുകയാണ്, നിങ്ങളെ വാദപ്രകാരം നിങ്ങൾക്കൊരു വാദം ഉണ്ടല്ലോ, മഹാന്മാർക്ക് അള്ളാഹു ഖുദ്റത്ത് അങ്ങോട്ട് കൊടുത്തിട്ടൊക്കെയാണ് അവരെന്നെ എന്ത് ചെയ്യാണ്? സഹായിക്കുകയാണ്. എങ്കിലൊരൊറ്റ ഉദാഹരണം വെക്കുകയാണ്. ആ ഉദാഹരണം വെച്ചിട്ട് നൗഷാദ് എന്ത് ചെയ്യണം? അടുത്ത ഷെയ്ഖിന്റെ വായാടിയായിട്ട് ഏതായാലും മൈക്കെ കൂടെ തൊള്ളേ തോന്നിയൊക്കെ വിളിച്ചു പറയാണല്ലോ. അപ്പൊ അടുത്ത പ്രസംഗത്തിൽ നൗഷാദ് എന്ത് ചെയ്യാം? ഈ ഉദാഹരണം വെച്ചിട്ട് ഈ മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത ഖുദ്റത്തുകൊണ്ട് അവരെന്നെയാണ് സഹായിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഉദാഹരണം പറയുകയാണ് ഇൻഷാ അല്ലാഹ്. അത് എന്നിട്ട് എന്ത് ചെയ്യാം? ആ ഉദാഹരണ പ്രകാരം എന്താണ് അവിടെ കൊടുത്തിട്ട ഖുദ്റത്ത് എന്ന് വെച്ചൊന്ന് പറയോ? ഇമാമിങ്ങൾ കിതാബ് വെച്ചിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന്റെ വേളയിൽ സ്വഹാബത്ത് വെള്ളമില്ലാതെ വിഷമിച്ചപ്പോ ഹബീബായ തങ്ങളോട് വന്ന് സഹായം തേടുകയാണ്. സഹായം തേടിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പാത്രം കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അവിടുത്തെ ഷറഫാക്കപ്പെട്ട
കൈ ആ പാത്രത്തിലേക്ക് വെക്കുന്നു. അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈവിരലുകൾക്കിടയിലൂടെ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട വെള്ളം അവിടുത്തെ ഷറഫാക്കപ്പെട്ട വിരലുകൾക്കിടയിലൂടെ വരുന്നു. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുലേക്ക് തവജ്ജുഹാകുന്നു, അവിടെ നിർദ്ദേശം വരുന്നു, അവിടുന്ന് കഴിവ് കൊടുക്കുന്നു. ഹബീബായ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ വെക്കുന്നു. അപ്പോൾ അള്ളാഹു നൽകിയ കഴിവാണ്. നേരത്തെ അങ്ങനെ കഴിവ് കൊടുത്തു വെച്ചിട്ടില്ല. എന്നിട്ട് വെച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവിരലുകൾക്കിടയിലൂടെ വെള്ളം വരുത്തുന്നു. അതും അള്ളാഹു സൃഷ്ടിച്ചത് തന്നെയാണ്. ഇവിടെ ഞാൻ ഔഷാദിന്റെ വാദപ്രകാരം എന്താണ് അള്ളാഹു നേരത്തെ ഹബീബായ തങ്ങൾ കൊടുത്ത കുദ്റത്ത്? എന്താ? ഞങ്ങൾ വിശ്വാസം ഹബീബായ തങ്ങൾക്ക് ഇതൊക്കെ നൽകാൻ ഉന്നതമായ പദവി, അള്ളാഹുവിൽ നിന്ന് വാങ്ങിക്കൊടുക്കാനുള്ള ഉന്നതമായ പദവി അള്ളാഹു നൽകിയിട്ടുണ്ട്. ഏറ്റവും വലിയ മഖാമുൽ മഹ്മൂദ്, ഏറ്റവും ഉന്നതമായ പദവി അള്ളാഹു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നൗഷാദിനോട് ചോദിക്കുകയാണ്, ഇവിടെ ഹബീബായ തങ്ങൾക്ക് നേരത്തെ കൊടുത്തിട്ട കുദ്റത്ത് തന്നെ തൊള്ളട്ടിട്ട് ഒന്നും കാര്യമില്ല. കുറെ എന്നൊന്നും പറഞ്ഞാണ്ട് ആർത്തിട്ട് കാര്യം നൗഷാദ് ഇജ്ജ് പറയണം. ഇമാമിയങ്ങളെ കിതാബ് വെച്ചിട്ട് പറയും. ഇവിടെ നേരത്തെ കൊടുത്തു വെച്ച ഈ ഉദാഹരണത്തിൽ നേരത്തെ കൊടുത്തു വെച്ച കുദ്റത്ത് ഏതാ? ആ കഴിവേതാ? അതൊന്ന് വിശദീകരിക്കണം എന്ന് ദയവ് ചെയ്ത്. ഈ ജനങ്ങളെ പറ്റിക്കുന്ന, തനി റാഫിദിയത്തിലേക്കും മുഅ്തസിലിയത്തിലേക്കും ജനങ്ങളെ കൊണ്ടുപോകുന്ന, ജനങ്ങളെ ഈമാൻ വ്യാപിക്കുന്ന കേരളക്കരയിൽ ഈ വീണ്ടും ഷിയായിസത്തിന്റെ വേരുകൾ പടർത്താൻ വേണ്ടി വെള്ളവും വളവും കൊടുത്ത് സ്വകാര്യമായും പരസ്യമായും ജനങ്ങൾ ഈ ഷിയായിസത്ത് വെളുപ്പിച്ചെടുക്കാൻ നടക്കുന്ന കുരുവട്ടൂരോട് ചോദിക്കുകയാണ്, ഇത് ഈ ഉദാഹരണം വെച്ചിട്ട് കൊടുത്ത കഴിവ് ഏതാന്ന് വിശദീകരിക്കാൻ നൗഷാദിനെയും ബാക്കിയുള്ള നടക്കുന്ന മൂടുതാങ്ങികളെയും അതുപോലെ ഇതിനൊക്കെ നിർദ്ദേശം കൊടുക്കുന്ന കോമാട്ട് ലൗലക്കുട്ടിനെ വെല്ലുവിളിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് കാണാം.